എല്ലാ സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സുസ്വാഗതം. അങ്ങനെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഗീതാമൃതം 14 മാസങ്ങളായി, 1 വർഷവും 2 മാസവും കടന്നുപോയി. 15ാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒന്നു മാത്രം, ഭഗവാന്റെ ഇച്ഛ അതാണ്. അപ്പോൾ എന്നത്തെയും പോലെ ഗണപതി ഭഗവാനെയും ഭഗവാന്റെ ദ്വാദശാക്ഷര മന്ത്രങ്ങളും ചൊല്ലാതെ നമുക്ക് തുടങ്ങാനേ പറ്റില്ല. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഭഗവാന്മാരുടെ അനുഗ്രഹം വേണം. അപ്പോൾ വിഘ്നേശ്വരനെയും സ്തുതിച്ചുകൊണ്ട് തുടങ്ങാം. ഓം ഗം ഗണപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അങ്ങനെ നമ്മുടെ രാമായണ മാസം തുടങ്ങി അല്ലേ? അപ്പോൾ ഇന്നത്തേക്ക് 7 കർക്കടകം 7 ആണെന്ന്. കാരണം നമ്മൾ പറയും കർക്കടകം 7 വരെ ഭയങ്കര 10 തോരൻ കഴിക്കൽ, അതിനൊക്കെ ഭയങ്കര 7ൻ്റെ ഉള്ളിൽ കഴിക്കണം എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് അതൊരു പ്രത്യേകതയുണ്ട്. പിന്നെ മാത്രമല്ല, ഇന്ന് നമുക്ക് വാവ് ബലിയുടെ ഒരിക്കൽ, നാളെ കറുത്ത വാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമാവാസി വാവ് ഒരിക്കലാണ്. കർക്കടത്തിലെ വാവ് ഭയങ്കര പ്രസിദ്ധമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 5 അധ്യായങ്ങളാണ് നിർത്തിയത്. 5ാമത്തെ കർമ്മസന്യാസ യോഗം നമ്മൾ അവസാനിപ്പിച്ചു. അപ്പോൾ എല്ലാവർക്കും അഭിപ്രായം കേട്ടതിൽ എനിക്ക് വളരെ സന്തോഷം. ഇതിലെനിക്ക് ഏറ്റവും സന്തോഷമായത് നമ്മളെയൊക്കെ പാലക്കാട് ജില്ലയിലുള്ള അണ്ടലാടി ഉണ്ണി നമ്പൂതിരി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അദ്ദേഹം ഒരിക്കൽ ഞാൻ എൻ്റെ മകൻ്റെ അടുത്തേക്ക് ബാംഗ്ലൂർ പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അദ്ദേഹം മദ്രാസിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് നമ്മുടെ ചെരാങ്കുളങ്ങര അമ്പലത്തിലും എല്ലാവിടെയും അദ്ദേഹം വരാറുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഗീത കേൾക്കാറുണ്ട്, വളരെ നന്നായിരിക്കണു. 5 ശ്ലോകം വെച്ച് നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് അധികാർക്കും ബോറടിക്കില്ല. ആ പരമാത്മാവ് അദ്ദേഹത്തിൻ്റെയൊക്കെ വായിൽ നിന്ന് അത് കേട്ടാൽ തന്നെ നമുക്കൊരു പുണ്യമല്ലേ. വളരെ സന്തോഷം. അപ്പോൾ ഈ നിമിഷം ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് സ്മരിക്കണു. അപ്പോൾ നമുക്ക് ഇന്നത്തെ 6ാമത്തെ അധ്യായമായ ധ്യാനയോഗം നമുക്ക് നോക്കാം. ഈ 5 അധ്യായം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് ഗീത പഠിച്ചാൽ മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികവുമാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ച് പഠിച്ച് അർത്ഥമൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മാറ്റം, നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും ഗീതയിൽ ഉത്തരം ഉണ്ടെന്നാണല്ലോ പറയണേ. ശ്രീകൃഷ്ണ അർജുന സംവാദമാണല്ലോ ഈ ഭഗവത്ഗീത എന്ന് പറയണേ, കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ട്. അപ്പോൾ ഇതിലും ഭഗവാൻ തന്നെ ആദ്യം പറയാണ്, ഓം ശ്രീ പരമാത്മനേ നമ. ധ്യാനയോഗം ആത്മസംയമയോഗം എന്നും ഈ അധ്യായത്തിന് പേരുണ്ട്. 1ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് തുടങ്ങാം. ശ്രീ ഭഗവാൻ ഉവാച. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സ സന്യാസി ച യോഗി ച ന നിരഗ്നിർന ചാക്രിയഃ. 6ാമത്തെ അധ്യായമായ ധ്യാനയോഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അനാശ്രിത കർമ്മഫലം. എന്താണ്? കർമ്മബലത്തെ ആശ്രയിക്കാതെ, അതായത് നമ്മൾ ചെയ്യുന്ന ബലത്തിന് കർമ്മം, അതായത് ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തിക്ക് എന്തെങ്കിലും എനിക്ക് ഉപകാരമുണ്ടോ, അതൊന്നും ആശ്രയിക്കാതെ ചെയ്യണം. അതാണ് അനാശ്രിത കർമ്മബലം കാര്യം കർമ്മ കരോതിയ. എന്താണ്? യാതൊരുവൻ കർത്തവ്യ കർമ്മത്തെ ചെയ്യുന്നുവോ, അതായത് കർമ്മബലം വേണ്ട, എൻ്റെ കർത്തവ്യം ഇതാണ് എന്ന് പറഞ്ഞ് ആര് ചെയ്യുന്നുവോ, അതാണ് 1ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. സന്യാസി ച യോഗി ച ന നിരഗ്നിർന ചാക്രിയ. എന്താണ്? അവൻ സന്യാസിയും യോഗിയുമാകുന്നു. എങ്ങനെയുള്ളവൻ? കർമ്മബലത്തെ ഇച്ഛിക്കാതെ തൻ്റെ കർത്തവ്യം ചെയ്യുന്നവൻ ആരാണോ അവനെ നമുക്ക് യോഗി എന്നും വിളിക്കാം, സന്യാസി എന്നും വിളിക്കാം. അതാണ് പറയുന്നത്. അഗ്നിഹോത്രാദികൾ ചെയ്യാതിരിക്കുന്നവനോ, പണ്ടൊക്കെ ഈ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ഇടയിൽ അഗ്നിഹോത്രം ചെയ്യുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ആ അഗ്നിഹോത്രാദികൾ ചെയ്യാതിരിക്കുന്നവനോ, അതുപോലെ തന്നെ മറ്റ് ക്രിയകളൊന്നും ചെയ്യാതെ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിരിക്കുന്നവനോ
ഇവർ രണ്ടുപേരും സന്യാസിയും ആവുന്നില്ല, യോഗിയും ആകുന്നില്ല കേട്ടോ അർജുന എന്ന് പറയാണ് ഭഗവാൻ പറഞ്ഞു. അതാണ് ധ്യാനയോഗത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്ന അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സ സന്യാസി ച യോഗി ച നിരഗ്നിർന ചക്രിയ. അതായത് അഗ്നിഹോത്രം ചെയ്യാത്തവൻ ഒരിക്കലും സന്യാസി ആവുന്നില്ല. അതായത് അഗ്നിഹോത്രം അഗ്നിയിൽ വെച്ചിട്ട് ത്യാഗം ഞാൻ എന്തെങ്കിലും ഒരു ചെയ്യാൻ പറ്റുന്നവൻ നമ്മളൊക്കെ പറയില്ലേ. ഇപ്പോൾ അവരൊക്കെ ഇപ്പോൾ നമ്പൂതിരി വർഗത്തിൽപ്പെട്ടവരും ഇപ്പോൾ നമ്പൂതിരി അല്ലാത്തവരും കൂടിയിട്ട് ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ പൂജിക്കാൻ വരേണ്ട കാരണം ഇപ്പോൾ ആൾക്കാരില്ല പൂജിക്കാൻ. അപ്പോൾ പൂജ പഠിച്ച് അങ്ങനെ കുറേയധികം പേര് ചെയ്യുന്നുണ്ട്. അതിൽ ആത്മാർത്ഥമായി ചെയ്യുന്ന കുറേയധികം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുമുണ്ട് കേട്ടോ. ഭഗവാൻ ഇഷ്ടമാണ് അവർ ചെയ്യണത്. ബ്രാഹ്മണന്മാർ തന്നെ വന്ന് പൂജ ചെയ്യണമെന്നൊന്നുമില്ല. അത്രയും ആത്മശുദ്ധിയോടുകൂടി ചെയ്യുന്ന പലരും ഉണ്ട്. എന്നാൽ ഇതില്ലാത്ത കുറേ ആൾക്കാരെ ഞാൻ അമ്പലങ്ങളിൽ കണ്ടിട്ടുമുണ്ട്. ഇത് രണ്ടും ഉണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ 1-ാമത്തെ ശ്ലോകം അങ്ങനെയാണ് പറയണത്. അപ്പോൾ 2-ാമത്തെ ശ്ലോകവും ഭഗവാൻ തന്നെ വീണ്ടും അതിൻ്റെ തുടർച്ച പറയാണ്. യം സന്യാസമിതി പ്രാഹുർയോഗം തം വിധി പാണ്ഡവ നഹ്യ സന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. ഭഗവാൻ വീണ്ടും അർജുനനോട് പറഞ്ഞു, ഹേ പാണ്ഡവ. ആരാ പാണ്ഡവൻ? അർജുനൻ. പാണ്ഡവന്മാരിൽ ഒരാളാണല്ലോ. അതാണ് പറഞ്ഞത് യം സന്യാസമിതി പ്രാഹുർ യോഗം ത വിദ്ധി പാണ്ഡവ. എങ്ങനെയാണോ സന്യാസം എന്ന് പറയുന്നത്, അതായത് ഏതിനെയാണോ, ഇപ്പം നമ്മൾക്ക് സംശയം വരൂലേ എന്തിനെയാണ് സന്യാസം പറയുക. സർവം സംഘപരിത്യാഗിക്ക് നമുക്ക് സന്യാസി എന്നൊരു നിർവചനം കൊടുക്കാം. സർവസംഘപരിത്യാഗി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിനോടും ഒരു ബലം എല്ലാം ത്യാഗം പരിത്യജിച്ച് വന്നിരിക്കുകയാണ്. കുടുംബം, കുട്ടികൾ, കുഞ്ഞ്, അതുപോലെ സമൂഹം, സ്വാർത്ഥത, നിസ്വാർത്ഥത, അങ്ങനെയുള്ള ത്യാഗ മനോഭാവമുള്ള ആൾക്കാർ. അപ്പോൾ എങ്ങനെ ഏതിനെയാണോ സന്യാസം എന്ന് പറയുന്നത് അതുതന്നെയാണ് യോഗം എന്നറിയുക അർജുന. അതാണ് യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിധി പാണ്ഡവ നഹ്യ സന്യാസ്ത സങ്കല്പോ. എന്താ നഹ്യ സങ്കല്പ സന്യാസ സങ്കല്പം എന്തെന്നാൽ ഈ ഫലേച്ഛ വിടാത്ത ഒരുവനുണ്ട്. ചിലപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യരല്ലേ, അവർക്ക് ആ ഫലത്തിൽ ഇച്ഛിക്കൂലോ. അവർ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടണം. അതാണ് ആ ഫലം ഇച്ഛിക്കാത്ത യാതൊരുത്തനും, അതായത് ആ ഫലേച്ഛ മനസ്സിൽ നിന്ന് വിടാത്ത ഒരുവനും യോഗിയായി തീരുന്നില്ല എന്നാണ് 2-ാമത്തേലും അദ്ദേഹം പറയുന്നത്. അതായത് രണ്ടും ഒരേ അർത്ഥം തന്നെ. ഈ ശ്ലോകങ്ങളുടെയൊക്കെ ആന്തരാർത്ഥം എന്താണ്? ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക, ഇത്ര മാത്രമേ ഉള്ളൂ. അതിൽ അങ്ങനെ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുന്നവരെ സന്യാസി എന്നും യോഗി എന്നും വിളിക്കുമെന്നാണ് പറയുന്നത്. ഇതിനിടയിൽ എവിടെ എപ്പോഴെങ്കിലും, അതാണ് പറയുന്നത്, എപ്പോഴെങ്കിലും ഫലേച്ഛ വേണമെന്ന് ആഗ്രഹിക്കുന്നവനെ യോഗി എന്ന് പറയില്ല. ഫലേച്ഛ വിട്ടവൻ, ഫലമിച്ഛിക്കാതെ പ്രവർത്തിക്കുന്നവനാണ് അർജുന യോഗി എന്ന് വീണ്ടും അദ്ദേഹം 2-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. 3-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെയാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. ആരുരുക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്സൈവ ശമകാരണമുച്യതേ. ഇനി എങ്ങനെയാണ് യോഗം നേടുക അല്ലേ? അങ്ങനെ ഒരു ചിന്ത വരൂല്ലേ? അപ്പം അർജുനന് ആ സംശയം വന്നു എന്ന് കണ്ടപ്പോൾ ഭഗവാൻ വീണ്ടും പറഞ്ഞു, ആരുരുക്ഷോർമുനേ യോഗം നേടാൻ ആഗ്രഹിക്കുന്ന മുനി. ഏതൊരു മുനിയാണോ യോഗം നേടാൻ ആഗ്രഹിക്കുന്നത് കർമ്മ കാരണമുച്ചതേ, കർത്തവ്യ കർമാനുഷ്ഠാനം കാരണമാണെന്ന് പറയുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ കർത്തവ്യം ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിനോട് തുല്യമാണ്. ഇത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കർത്തവ്യമായിട്ട് ഇതിനെ കണ്ട് നടക്കണില്ലേ? എന്ത് ഗീത പറയാൻ പറ്റുക, ഗീത സമൂഹങ്ങളിലേക്ക് എത്തിക്കുക, ഭഗവത്ഗീത എക്സ്പ്ലനേഷൻ കൊടുക്കുക, ഇതൊരു കർത്തവ്യമാണ് എൻ്റെ. ഈ കർത്തവ്യം ചെയ്യുമ്പോൾ അപ്പം നമ്മളതിൻ്റെ കർമ്മഫലം എനിക്കിതിനിൽ അത് കിട്ടോ ഇത് കിട്ടോ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ അതിലൊന്നുമല്ല. ഗീത പറയാൻ പറ്റുക എന്ന് തന്നെ പറഞ്ഞാൽ തന്നെ നമുക്ക് ഭഗവാൻ തന്നൊരു അനുഗ്രഹമല്ലേ. നമ്മൾ തന്നെത്താൻ വായിച്ച് പഠിക്കുന്നതും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരാൾക്കെങ്കിലും ഒരു മാറ്റം ഇതിൽ നിന്ന് വരാൻ പറ്റിയാൽ എത്ര നല്ല കാര്യം. അത് ഭഗവാൻ തരും കർമ്മം, ഭഗവാൻ നമുക്ക് അനുഗ്രഹിച്ചോളും. ആ ഒരു ചിന്ത അതാണ് ഈ 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യോഗം നേടാൻ ആഗ്രഹിക്കുന്ന മുനിക്ക് കർത്തവ്യ കർമാനുഷ്ഠാനം കാരണമാണെന്ന് പറയുന്നത്. അതായത് തൻ്റെ കർത്തവ്യം തന്നെയാണ് കർമ്മം അനുഷ്ഠിക്കുന്നത്. ഇനി യോഗം നേടിയാൽ അദ്ദേഹത്തിന് അത് തുടർന്ന് നിലനിർത്താനുള്ള ശ്രമം തന്നെയാണ് ആവശ്യം. ശരിയാണ്. ഇപ്പോൾ ഒരു തവണ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കർത്തവ്യം ചെയ്തു, കർമ്മബലം അനുഷ്ഠിക്കാതെ ചെയ്തു, അത് വിജയിച്ചു. പക്ഷെ അതിങ്ങനെ തുടർന്നു കൊണ്ട് പോകണ്ടേ?
അത് തുടർച്ചയായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആ യോഗി എങ്ങനെ വേണം? അത് നിലനിർത്താനുള്ള ശ്രമം അദ്ദേഹം ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ സാധന. നമ്മൾ പറയില്ലേ എന്താ സാധന ചെയ്യൂ, സാധന ചെയ്യൂ, എന്താ സാധന ചെയ്യുക പറഞ്ഞാൽ നമ്മൾ നാമം ദിവസവും സന്ധ്യാനാമം ചൊല്ലുക. അതുപോലെ എല്ലാ ദേവദേവന്മാർക്കും സന്ധ്യാപ്രാർത്ഥനയുണ്ട്, പ്രാതഃപ്രാർത്ഥനയുണ്ട്. അതായത് 4:30 തൊട്ട് 6 മണി വരെയുടെ ഉള്ളിലുള്ള ആ സൂര്യൻ ഉദിക്കുന്നതിലുള്ള ആ സമയത്തുണ്ട് സന്ധ്യാപ്രാർത്ഥനയുണ്ട്. സന്ധ്യാവന്ദനം എന്ന് പറയും, അത് പ്രാതവന്ദനം സന്ധ്യാവന്ദനം എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഒരു സാധനയായിട്ട് ഡെയിലി നമ്മൾ, അതാണ് വീട്ടിൽ നമ്മൾ വൈകുന്നേരം 6:30 to 7 നമ്മൾ നാമം ചൊല്ലണം. അതുപോലെ നാളെ വരുന്ന അമാവാസിക്കുള്ള പിതൃതർപ്പണം, ആ ബലി, അതെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. അത് നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അത് കണ്ടു പഠിക്കണം. ആ സാധനയിലൂടെ നമ്മുടെ ഇനി വരുന്ന തലമുറ അത് തുടർന്നു പോകണം. നമ്മളെങ്ങനെ തുടർന്നു പോകുന്നത്? നമ്മുടെ അച്ഛനും അമ്മയും അവരുടെ അമ്മയും അച്ഛനും മുത്തച്ഛനൊക്കെ കാണിക്കണം കണ്ടിട്ടല്ലേ നമ്മളിത് കണ്ടു പഠിക്കല്ലേ? അതാണ് സാധന. അപ്പോൾ ഭഗവാൻ പറഞ്ഞു 3-ാമത്തെ ശ്ലോകത്തിലെ ആരുരുക്ഷോർ മുനേർയോഗം കർമ്മ കാരണമുച്യതേ യോഗാരൂഢസ്യ തസ്സൈവ ശമ കാരണമുച്യതേ. യോഗം നേടാൻ ആഗ്രഹിക്കുന്ന മുനിക്ക് കർത്തവ്യ കർമാനുഷ്ഠാനം കാരണമാണെന്ന് പറയുന്നു. യോഗം നേടിയാൽ പോരാ, ഒറ്റത്തവണ നേടിയാൽ മതിയോ? പോരാ. അദ്ദേഹത്തിന് അത് തുടർന്ന് നിലനിർത്താനുള്ള ശ്രമം, അതിനെയാണ് അർജുന സാധന എന്ന് പറയുക എന്ന് അർജുനനോട് പറഞ്ഞു കൊടുത്തു. വീണ്ടും 4-ാമത്തെ ശ്ലോകത്തിലെ ഭഗവാൻ വീണ്ടും പറഞ്ഞു യദാഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപ്പ സന്യാസി യോഗാരൂഢസ്തദോച്യുതേ. എന്താ പറയണ ഭഗവാൻ 4-ാമത്തെ ശ്ലോകത്തില്? യദാഹി നേന്ദ്രിയാർത്ഥേഷു, എപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിലും ന കർമ്മസ്വനുഷജ്ജതേ, കർമ്മങ്ങളിലും ആസക്തി വയ്ക്കുന്നില്ലയോ, ചെയ്യുന്ന കർമ്മങ്ങളിൽ അതെൻ്റെ എന്താ പറയുക ചുമതലയാണ്, ഈ കർമ്മം ചെയ്താൽ എന്ത് കിട്ടുമെന്നുള്ള ചിന്തയില്ലാതെ, അതാണ് പറഞ്ഞത്. യഥാഹി ഇന്ദ്രിയങ്ങൾക്ക് വശം വദനാകാതെ. അത് ഞാൻ മുമ്പിലുള്ള അധ്യായങ്ങളിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇതാണല്ലോ ഇന്ദ്രിയം. ഈ ഇന്ദ്രിയത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ദ്രിയ സുഖത്തിൽ തൽപരനാകാത്തവനും, അതാണ് പറയുന്നത്. എപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിലും കർമ്മങ്ങളിലും ആസക്തി വയ്ക്കുന്നില്ലയോ, അപ്പോൾ സർവസങ്കല്പങ്ങളെയും ത്യജിച്ചിരിക്കുന്ന അവൻ യോഗാരൂഢൻ എന്ന് പറയപ്പെടുന്നു. അതാണ് സർവസങ്കല്പ സന്യാസി യോഗാരൂഢസ്ഥ ദോച്യുതേ. അവനെ നമുക്ക് യോഗാരൂഢൻ എന്ന് പറയാം. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? കാരണം തേർത്തട്ടിൽ തളർന്നിരിക്കുന്ന അർജുനൻ ഇന്ദ്രിയ വിഷയങ്ങളിൽ തൽപരനായതുകൊണ്ടാണല്ലോ, കണ്ണിലൂടെ നോക്കി കണ്ടപ്പോഴാണല്ലോ, ആ ഇന്ദ്രിയത്തിൽ അതിൻ്റെ പിന്നാലെ പോയപ്പോഴാണല്ലോ മുൻപിൽ നിൽക്കുന്ന ഗുരുജനങ്ങളെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും കണ്ട് എങ്ങനെ അവരെ കൊല്ലും, ഞാൻ എങ്ങനെ അവരോട് യുദ്ധം, അങ്ങനെ ഒരു ഇന്ദ്രിയ വിഷയത്തിൽ ഭഗവാൻ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഒരു സന്യാസിയെ പോലെ കർമ്മം ചെയ്യേ, നീ എന്ത് ചെയ്യണം? അതിന് കഴിഞ്ഞിട്ടുള്ള ബലത്തെ, ചിലപ്പോൾ നീ തോൽക്കാം, ചിലപ്പോൾ നീ ജയിക്കാം, അതൊന്നും നീ ഇപ്പോൾ ചിന്തിക്കേണ്ട. ഇപ്പം നീ ചിന്തിക്കേണ്ടത് എന്താണ്? നിന്റെ മുന്നിലുള്ളവരെ ആ ശത്രുക്കളാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കർമ്മത്തിനോട്, അതായത് അവരെ നീ ധൈര്യത്തോടുകൂടി നേരിട് എന്ന് പറയാനായിട്ടാണ് ഈ വക ശ്ലോകത്തോടുകൂടി അദ്ദേഹം അർജുനനെ തേർത്തട്ടിൽ വെച്ച് പറഞ്ഞു കൊടുത്തത്. അപ്പം 5-ാമത്തെ ശ്ലോകം നോക്കൂ. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു രാത്മൈവരിപുരാത്മനഃ. അപ്പം അർജുനന് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും അദ്ദേഹം പറഞ്ഞു ഉദ്ധരേതാത്മനാത്മാനം, ആത്മാവിനെ കൊണ്ട് തന്നെ ഉദ്ധരിക്കണം അർജുന. എങ്ങനെയാണ് ആത്മാവിനെ കൊണ്ട് തന്നെ ഉദ്ധരിക്കുക? നമ്മൾ പറയും ദേഹത്തിലുള്ള ദേഹി അല്ലേ, ആ ദേഹിയാണ് ആത്മാവ്. ആ ദേഹി, അപ്പം നമ്മൾ അതിനാണ് ഞാൻ പറയാ ദേഹമാണ് സൂക്ഷ്മ ശരീരം, ആ ദേഹിയാണ് സ്ഥൂല ശരീരം. അപ്പം അതിനെ ഉദ്ധരിക്കണമെങ്കിൽ എന്ത് വേണം? സ്ഥൂല ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്ത് ചെയ്യണം?
ധ്യാനം, യോഗം, അല്ലേ? യോഗ ചെയ്യുക, ധ്യാനം ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, ശ്വാസോച്ഛ്വാസഗതി നിയന്ത്രിച്ച് ചെയ്യുന്നതാണ് യോഗ. അതുപോലെ നമ്മുടെ നാമജപം, അല്ലേ? ശ്ലോകങ്ങൾ, സഹസ്രനാമങ്ങൾ, അതുപോലെ അമ്പല ദർശനം, അമ്പലത്തിലെ ദീപാരാധന തൊഴല്, അവിടുന്ന് പൂവും പുഷ്പവും വാങ്ങി കഴിക്കൽ, പൂജിക്കൽ, തീർത്ഥം സേവിക്കൽ, മണിനാഥം കേൾക്കൽ, അവിടുത്തെ പ്രദക്ഷിണം വെക്കൽ, ഇതെല്ലാം എന്തിൽ പെടും? നമ്മുടെ ആത്മാവിനെ ഉദ്ധരിക്കാനുള്ള. അതുപോലെ ഇതുപോലുള്ള ആധ്യാത്മിക ക്ലാസ്സുകളിൽ പങ്കെടുക്കൽ, ഗീതാ പഠന ക്ലാസ്സുകൾ, ഇതുപോലുള്ള യൂട്യൂബിലൂടെ പറയുന്ന ഭഗവത്ഗീത പഠനങ്ങൾ, ഭാഗവത പഠനങ്ങൾ, രാമായണങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്തുണ്ട്? ആത്മാവിനെ ആത്മാവ് കൊണ്ടറിയാൻ പറ്റും. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ അതാണ് പറഞ്ഞത്, ഉദ്ധാരേതാത്മനാത്മാനം നാത്മാനമവസാദയേ. ഇതെന്താണ്? ആത്മാവിനെ ആത്മാവിനാൽ ഉദ്ധരിക്കണം, ആത്മാവിനെ അധപതിപ്പിക്കരുത്. എന്താണ് ആത്മാവിനെ അധപതിപ്പിക്കരുത് പറഞ്ഞാൽ? ഈ കലികാലത്ത് കലി നമ്മുടെയൊക്കെ ദേഹത്ത് കയറിയിട്ട് നാമം ചൊല്ലണ്ട, ഈ യജ്ഞങ്ങളൊന്നും അനുഷ്ഠിക്കേണ്ട, പൂർവികർക്ക് എന്താ പറയുക, ബലി കൊടുക്കണ്ട, ബലി നൽകണ്ട, അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ? അങ്ങനെയുള്ള ശ്രാദ്ധത്തിലൊന്നും പോകണ്ട എന്നൊക്കെ നമ്മളെ പിന്തിരിപ്പിക്കുക. അപ്പം അങ്ങനെ ആ ആത്മാവിനെ അധപതിപ്പിക്കാതിരിക്കാനായിട്ട് ഈ കർമ്മബലങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ സാധനങ്ങളും ചെയ്യാം. എന്ത്? യോഗ, അതുപോലെ നമ്മുടെ ശ്വാസോച്ഛ്വാസഗതി നമുക്കറിയാലോ, അല്ലേ? പ്രാണായാമം അത് ചെയ്യുക. അതുപോലെ തന്നെ അമ്പല ദർശനം, പിന്നെ നാമജപം, വീട്ടിലെന്നും ഒരേ സമയത്ത് ഒരേപോലെ ഒന്നും ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, അതൊരു 108 വട്ടം ചൊല്ലിയാൽ മതി. അല്ലെങ്കിൽ ഭഗവാന്റെ ദ്വാദശാക്ഷര മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ അത് ചൊല്ലി, അത് ദിവസം ഒരേ ടൈമിലിരുന്ന് ചൊല്ലി നോക്കൂ. ഒരു 20 ദിവസം മാക്സിമം, ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബലം നിങ്ങൾക്ക് കിട്ടും. വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞാൽ കിട്ടും. അതാണ് പറയുന്നത്, ആത്മാവിനെ ആത്മാവിനാൽ ഉദ്ധരിക്കണം. ഉദരേതാത്മനം നാത്മാനം അവസാദയെ ആത്മാവൈവഹാത്മനോ ബന്ധും ആത്മൈവരിഭൂതാത്മന. ആത്മാവിനെ അധപതിപ്പിക്കരുത്. എന്തെന്നാൽ ആത്മാവിൻ്റെ ബന്ധുവും ആത്മാവിൻ്റെ ശത്രുവും ആര് തന്നെയാണ്? ആത്മാവ് തന്നെയാണ്. നമ്മുടെ ബന്ധു. അതുകൊണ്ടാണ് നമ്മൾ 18ാം പടിയൊക്കെ കയറി ചെല്ലുമ്പോൾ അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? തത്വമസി. എന്താണ്? ഞാൻ നീ തന്നെയാണ്, നീ ഞാൻ തന്നെയാണ്. എന്താ പറയുന്നത്? ആത്മാവ് പ്രചോദിപ്പിച്ചാൽ, നമ്മുടെ ആത്മാവിനെ പ്രചോദിപ്പിച്ചാൽ, ഈ വക കാര്യങ്ങളെ കൊണ്ടൊക്കെ ആത്മാവിനെ നമുക്ക് പ്രചോദിപ്പിക്കുക. അതാണ് ആധ്യാത്മികം. ഈ ആധ്യാത്മികത്തിനെ പിന്തുടരുന്നവൻ അപ്പം എന്താവും? അവൻ ഒരിക്കലും ആത്മാവിൻ്റെ ശത്രുവാവില്ല. ആത്മാവിനെ അവന് പ്രചോദിപ്പിച്ചു കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് നീ ധൈര്യപൂർവം ആത്മാവിലാൽ പ്രചോദിതനായിക്കൊണ്ട് നിൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചുകൊണ്ട് നീ ഉദ്ധരിച്ചെണീക്കുക അർജുന. അതാണ് 5ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നത്. അപ്പം നമുക്ക് ഈ 6 ശ്ലോകത്തോട് കൂടിയിട്ട് നിർത്താം. നമുക്ക് എങ്ങനെയായാലും നമുക്ക് ഈ അധ്യായത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. ഒരു മാസത്തിൽ നമുക്ക് അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഈ അധ്യായത്തിൽ 47 ശ്ലോകങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒരു മാസം കൊണ്ട് നിർത്തണമെങ്കിൽ ഒരു മാസം 4 എപ്പിസോഡല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അധ്യായം എടുത്തു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു പതുക്കെ പോയാൽ മതി. 6ഓ 7ഓ ആയിട്ട് നമുക്ക് നിർത്താം. 6ാമത്തോടുകൂടി നമുക്ക് നിർത്താം എന്തായാലും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് ഉണ്ണി നമ്പൂതിരി ഉണ്ണി നമ്പൂതിരി പറഞ്ഞതാണ്, വളരെ കുറച്ച് ശ്ലോകങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അത്ര ബോറടിക്കണില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ എപ്പിസോഡും കാണാറുണ്ട്. മറ്റുള്ളവരൊക്കെ കട്ടിയിട്ട് ഇതിനെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഗീതയുടെ ഒരു ശ്ലോകം അല്ലെങ്കിൽ ഒരു പദം നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് ഒരു ഉറക്കം വരും അല്ലേ. ഞാൻ പറയണത് തന്നെ ചിലപ്പോൾ ബോറടിക്കുണ്ടാവും, ചിലപ്പോൾ ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് 6ാമത്തെ ശ്ലോകത്തോടു കൂടി ഇന്നിവിടെ നിർത്താം. നാളത്തെ ബലിതർപ്പണം അമാവാസി അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. 6ാമത്തെ ഭഗവാൻ തന്നെ പറയാണ് കേട്ടോ. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാ ജിതഃ അനാത്മനസ്തു ശത്രുത്വേ വാർത്തേദാത്മൈവ ശത്രുവത്. ഭഗവാൻ പറഞ്ഞു, അർജുന, ആത്മാവിനെ ആത്മാവ് കൊണ്ട് ജയിക്കണമെന്ന് നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞുള്ളൂ. അതിനെ എങ്ങനെയാണ് ജയിക്കുക? ആത്മാവിനെ ആത്മാവ് കൊണ്ട് തന്നെ ജയിച്ചവന് ആത്മാനന്ദത്തിന് പാത്രമായിരിക്കുന്ന അന്തഃക്കരണം, അതായത് സ്വന്തം മനസ്സ് ഒരു ബന്ധു എന്ന പോലെ കൂടെ ഉണ്ടാവും.
ഈ മനസ്സ് കൈവിടുമ്പോഴല്ലേ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ പിന്തുടർന്ന് പോവുക. അപ്പോൾ കണ്ടില്ലേ എത്ര മരണങ്ങളാണ് നമ്മൾ കാണുന്നത്. എത്ര പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുത്ത് എത്രയും സ്വർണവും സ്വത്തും കൊടുത്തിട്ട് പോലും ആ കുട്ടികളെല്ലാം ആത്മഹത്യാ വക്കിലെത്തിക്കുന്നത് കുറേയൊക്കെ ഈ ആധ്യാത്മിക ജ്ഞാനമില്ലാത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ. അവരുടെ ആത്മാവിന് ബലമില്ല. ആത്മാവിന് ബലം വന്നാൽ ഈ ആധ്യാത്മിക സാധനയിലൂടെ വരുമായിരുന്നു. നാമജപങ്ങൾ ചെയ്തിട്ടും ഇതുപോലെയുള്ള ഗീതാ പഠനങ്ങളും ഗീത വായിച്ചിട്ടും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ബലം, ആത്മാവ് തന്നെ അവർക്കൊരു ബലം കൊടുത്തേനെ. പക്ഷെ അവരതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം, എനിക്കറിയില്ല. അപ്പോൾ ബന്ധുരാത്മന മസ്തസ്യ ഏനാത്മൈവാത്മനജിത്, ആത്മാവിനെ ആത്മാവ് കൊണ്ട് തന്നെ ജയിച്ചവന് ആത്മാനന്ദത്തിന് പാത്രമായിരിക്കുന്ന അന്ധക്കരണം ഒരു ബന്ധു എന്ന പോലെ യഥാർത്ഥങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കും. അതാണ് നമ്മൾ പറയുന്നത്, എന്തും വന്നോട്ടെ നമുക്കതിനെ ആ നിമിഷവും കടന്നു പോകും എന്നുള്ള ഒരു മനോബലം ഉണ്ടാവണമെങ്കിൽ ഈ ആത്മാവിന് എന്ത് വേണം? ആത്മാവിന് തന്നെ ബന്ധുവായിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ആധ്യാത്മിക സാധനകൾ പിന്തുടർന്ന് പോയാലേ പറ്റുള്ളൂ. അനാത്മനസ്തു ശത്രുത്വേ വർത്താദത്മൈവ ശത്രുവ. അതെന്താണ്? യാഥാർത്ഥ്യങ്ങളെ ബോധിപ്പിച്ചു കൊടുക്കും ബന്ധു എന്ന പോലെ. അപ്പം ഇങ്ങനെയുള്ള ഒരു മനസ്ഥിതി വരും, ഇപ്പം എനിക്കിപ്പോൾ വരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് നാട് വിടണം, അല്ലെങ്കിൽ ഞാൻ ഇനി ആരോടും, അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ഈ ആത്മാവ് തന്നെ പറഞ്ഞു കൊടുക്കും, ഏയ് അങ്ങനെയൊന്നുമില്ല, ഈ നിമിഷവും കടന്നു പോകും. അതിനാണ് ആത്മാവിൻ്റെ ശത്രു ആവരുത്. ബന്ധു ആവണമെങ്കിൽ ഇതുപോലെയുള്ള ആധ്യാത്മിക വിചാരങ്ങളിലൂടെ കടന്നു പോകണം. അപ്പം ഭഗവാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അർജുനന് ആധ്യാത്മിക തത്വങ്ങൾ തന്നെയല്ലേ പറഞ്ഞു കൊടുക്കണത് ഈ ഭഗവത്ഗീതയിലെ. അപ്പം അതിൽ കൂടെ അർജുനനെ മനസ്സിനെ ശക്തി ഉണ്ടാക്കുകയാണ്, അവൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയാണ് ഭഗവാൻ. അതുപോലെ നമുക്കും ഒരു ശക്തി വരണം. അപ്പോൾ പറയാണ് മറിച്ചുള്ളവൻ്റെ അന്ധക്കരണം, അതായത് ആത്മാവിനെ കൊണ്ട് അറിയാത്തവൻ്റെ അന്ധക്കരണം എന്തുണ്ടാവും? ഒരു ശത്രുവിനെ പോലെ സദാ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. അതാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു വേണ്ടാത്തൊരു കാര്യത്തിന് പോകുമ്പോൾ പൊക്കോട്ടെ, ആത്മാവിന് ബലമില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഇതിലേക്ക് പോണത്. അതാ ഞാൻ പറഞ്ഞ ഒരമ്മ നാമം ചെല്ലുന്ന വീട്ടിലെ, ഒരു സന്ധ്യാനാമം ചൊല്ലുന്ന ഒരു വീട്ടിലെ അമ്മ ദിവസവും ചെല്ലുന്ന വീട്ടിലെ ആ കുട്ടികളത് കേട്ട് അവർ ഒരിക്കലും വഴിതെറ്റി പോവില്ല എന്ന് പറയാൻ കാരണം അതാണ്. കാരണം അമ്മയുടെ നാമജപം കേട്ട് അവർക്ക് ശ്രദ്ധിച്ചില്ലെങ്കിലും വിരോധമില്ല, അവർ പഠിച്ചിട്ടുണ്ടാവും. ഡെയിലി ഒരേ കാര്യം തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങൾ സ്കൂളുകളിലും ഒക്കെ കുട്ടികളുടെ പ്രാർത്ഥന കേട്ടിട്ടില്ല. എത്ര കടുകട്ടി പ്രാർത്ഥനയായാലും അവരത് പഠിച്ചിട്ടുണ്ടാവും, അവർ ശ്രദ്ധിക്കുന്നു വേണ്ട. കാരണം എന്താ? ഡെയിലി പ്രാക്ടീസിലെ അവരുടെ അവരുടെ ഒരു ഇന്ദ്രിയമായ ചെവി അത് കേട്ട് മനസ്സിലേക്ക് ഇത് ആവാഹിച്ച് അവർ തന്നെത്താൻ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ അമ്പലത്തിലേക്ക് കാലത്ത് വെളിച്ചാകുമ്പോൾ സമയം 5 മണിക്ക് അമ്പലത്തിൽ പാട്ട് വെക്കില്ലേ, ചിലപ്പോൾ നമ്മളൊക്കെ കിടന്നുറങ്ങായിരിക്കും. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾക്ക് എങ്ങനെ ആ പാട്ട് ഡെയിലി നമുക്ക് ഓർമ്മ വരുന്നു? അതാ പറയണേ, അതൊരു അനുഷ്ഠാന കർമ്മമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിനൊരു ബലം വരികയാണ്. ഇതൊന്നും ചെയ്യാത്തവൻ്റെ ആത്മാവിന് ബലമില്ല. എനിക്ക് മരിക്കണം എന്ന് തോന്നിയാൽ മരിച്ചോ, അല്ലെങ്കിൽ എന്തുണ്ടാവും? ആ മരിക്കണം എന്ന് തോന്നിയ ആ സമയത്ത് തന്നെ അവർ ആത്മാവ് പറയും, എന്തിനപ്പോൾ ഞാൻ മരിക്കണത്? ഞാൻ മരിച്ചപ്പോൾ ഇതിനുള്ള ഉത്തരാവോ? ഞാൻ ഇതിനെ നേരിടല്ലേ വേണ്ടേ? അങ്ങനെയുള്ള ഒരു ആത്മബലം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന സാധനങ്ങൾ മുഴുവൻ അനുഷ്ഠിക്കണം, നാമജപം ചെയ്യണം. ഇപ്പോൾ ഈ രാമായണ മാസക്കാലത്ത് രാമായണം വായിക്കണം. വായിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർ വായിപ്പിക്കണം. കുട്ടികൾക്കുള്ള ബാലരാമായണം ഉണ്ട്, അത് പറഞ്ഞു കൊടുക്കണം. കുട്ടികളെ കൊണ്ട് ഒരു ദിവസം ഒരു പേജെങ്കിലും വായിപ്പിക്കണം. മുതിർന്നവർ നിങ്ങൾ വായിക്കണം. രാമായണത്തിലെ ഓരോ കാര്യങ്ങൾ, മര്യാദാ പുരുഷോത്തമനായ രാമൻ, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ, ഇപ്പോൾ ഈ കണ്ട കാലങ്ങളിൽ സഹോദര സ്നേഹമേ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകണമെന്ന്, ഇതൊക്കെ അറിയണമെങ്കിൽ ഈ വക സാധനയിലൂടെ കടന്നു പോകണം. അപ്പം അതുകൊണ്ട് 6-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു, ബന്ധുരാത്മനമാത്മത്യ ഏനാത്മൈവാത്മനാജിത അനാത്മനസ്തു ശത്രുത്വോ വർത്താദേത്മൈവ ശത്രുവ. ആത്മാവിനെ ആത്മാവ് കൊണ്ട് തന്നെ ജയിച്ചവന് ആത്മാനന്ദത്തിന് പാത്രമായിരിക്കുന്ന അന്ധക്കരണം ഒരു ബന്ധുവിനെ പോലെ അവൻ്റെ കൂടെ ഉണ്ടാവും. അതല്ല, യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കും അവന്. നീ ഇപ്പം മരിക്കണ്ട, നിനക്ക് എന്താ മരിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ നീ ഇപ്പം ഇതിൻ്റെ പിന്നാലെ പോകണ്ട, അത് തെറ്റാണ് അല്ലേ, നീ അവൻ്റെ കൂട്ടുകൂടണ്ട, അത് സജ്ജനമല്ല, ദുർജനമാണ്. ഇതൊക്കെ നമ്മളെ മനസ്സിൽ പഠിപ്പിക്കണമെങ്കിൽ ആ ആത്മാവിന് എന്ത് വേണം? ബലം വേണം. ഈ ആത്മാവിന് ബലം ഇല്ലാത്തവർ ഇതിൻ്റെ പിന്നാലെയൊക്കെ പോയി നശിച്ചു പോകും. ഇപ്പം നമ്മൾ കാണുന്നതും അത് തന്നെയാണ്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നടക്കുന്നതും സമൂഹത്തിൽ നടക്കുന്നതും ഒക്കെ ഇവർക്ക് ഒന്നും ആത്മാവിന് ബലം ഇല്ലാത്തതുകൊണ്ടാ. ഈ ആത്മാവിന് ബലം എങ്ങനെ വരും? ആത്മാവിന് ബലം ഉണ്ടാവണമെങ്കിൽ സന്ധ്യാനാമം ചൊല്ലണം, ദിവസവും കുളിക്കാതെ തന്നെ സ്കൂളിലേക്കും പഠിക്കാൻ പോകണം. എത്രയോ കുട്ടികളുണ്ട്. അതൊക്കെ ഒരു നിഷ്ഠയോടുകൂടി വെളിച്ചാവും. അത് കാണിച്ചു കൊടുക്കേണ്ടത് ആരാണ്? കുളിക്കാതെ ആരും അമ്മയച്ഛനും കാണിച്ചു കൊടുത്താലേ കുട്ടികളത് കാണുള്ളൂ. അപ്പം ഇതെല്ലാത്തിൻ്റെ കാരണം മെയിൻ ഹേതു അമ്മ അത് തന്നെയാണ്. മാതാവ് ശരിയായി ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ
പിതാവിന് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളോട് പലതവണ പറഞ്ഞിരുന്നു, പിതാവും അമ്മയും കൂടി തന്നെയാണ്. പക്ഷെ പിതാവിന് കുടുംബം നോക്കാനുള്ള തത്രപ്പാടിൽ കൂടുതലും കുടുംബത്തിൻ്റെ ലക്ഷ്മിയായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? അമ്മയാണ്. അമ്മ തന്നെയാണ് കുട്ടികളുടെ ഗുരു എന്ന് പറയില്ലേ, മോൾഡ് ചെയ്യണത്. മക്കളെ മോൾഡ് ചെയ്യണതിൽ പരമാവധി പങ്ക് വഹിക്കുന്നത് അമ്മയ്ക്ക് തന്നെയാണ്. അച്ഛന് സെക്കൻഡറി ഉള്ളൂ. അച്ഛനില്ല എന്നല്ല പറയണേ, അച്ഛനെ പേടി വേണം, പക്ഷെ അച്ഛന് അതിനുള്ള സമയമില്ല. അപ്പം ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അച്ഛനാണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അല്ല, അമ്മയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പം അമ്മ കാലത്തെണീച്ച് കുളിച്ച് ശുദ്ധമായ ഈ വക ആചാരങ്ങളൊക്കെ, രാമായണ മാസമാണ്, രാമായണം ചൊല്ലണം, ദിവസവും അമ്പലത്തിൽ പോകണം അല്ലേ, നാലമ്പല ദർശനം. നിങ്ങളൊക്കെ നാലമ്പല ദർശനത്തിന് പോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇന്ന് ഈ ഒരു ശ്ലോകത്തോട്, 6ാമത്തെ ശ്ലോകത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നാളെ അമാവാസിയാണ്. ഗരുഡ പുരാണം 10ാം അധ്യായത്തിൽ ഈ കറുത്ത വാവ് തുടങ്ങിയ പ്രത്യേക ദിവസത്തിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. നമ്മുടെ ആചാര്യന്മാർ എഴുതിയ 18 പുരാണങ്ങളിലും ഈ ബലിയെ പറ്റിയിട്ട് നമ്മുടെ പൂർവികന്മാർക്ക് ചെയ്യുന്ന, എന്തുകൊണ്ടാണ് ഇപ്പോൾ വരുന്ന ഈ 6 മാസം പിതൃക്കളുടെ മാസമാണെന്നാണ് പറയുക. അതുകൊണ്ടാണ് ഈ കറുത്ത വാവിൻ്റെ ബലിക്ക് ഇത്ര പ്രത്യേകത. ഇവർ വായുവിലാണ് സഞ്ചരിക്കുക, അവരെ നമുക്ക് കാണാൻ പറ്റില്ല, അവർക്ക് പക്ഷെ നമ്മളെ കാണാൻ പറ്റും എന്നാണ് പറയണത്. അപ്പോൾ വായുവിൽ സഞ്ചരിക്കുന്ന പിതൃക്കൾ പകൽ എത്ര നാഴികയുണ്ടോ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, അപ്പോൾ ഇത് ഇന്നലെയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു, വ്യാവു ബലി രാത്രി 8 മണി വരെ. തെറ്റാണ് കേട്ടോ. രാത്രി സന്ധ്യയ്ക്ക് ശേഷം ബലി തർപ്പണം നടത്തരുത്. അത് എന്തൊക്കെ ആചാര്യന്മാർ പറഞ്ഞാലും. കാരണം 18 പുരാണങ്ങളിലെ ഗരുഡ പുരാണത്തിൽ പറയുന്നു, പകൽ എത്ര നാഴികയുണ്ടോ അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഭാഗിക്കുക. ആ നാഴികയെ 5 കൊണ്ട് ഭാഗിച്ചാൽ തുല്യമായ 5 ഭാഗങ്ങൾ പകലിന് കിട്ടും. അതേതൊക്കെയാണ് ആ പകൽ എന്നറിയോ നിങ്ങൾക്ക്? ഉദയം തുടങ്ങിയിട്ട് 4:30 തൊട്ട് തുടങ്ങില്ലേ, ഉദയം തുടങ്ങിയിട്ട് ക്രമത്തിൽ പറഞ്ഞാൽ ഉദയം, പ്രാഹ്നം, പൂർവാഹനം, മധ്യാഹനം, അപരാഹനം, സായാഹ്നം. ഇങ്ങനെയാണ് നമ്മൾ പറയുക. എന്തൊക്കെയാണ്? പ്രാഹ്നം, പിന്നെന്താ, പൂർവാഹനം, മധ്യാഹനം, അപരാഹനം, സായാഹ്നം. ഈ സായാഹ്നത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഈ പിതൃതർപ്പണം നടത്തി കഴിയണം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വന്ന് അവർ നിൽക്കൂത്രേ. വൈകുന്നേരം വരെ അവർക്ക് സമയമുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും തരുമോ, അവരുടെ ഭക്ഷണം, നമ്മുടെ ഒരു ദിവസം, അതായത് അവരുടെ ഒരു കൊല്ലമാണത്ര ഇന്ന് ഒരു ദിവസം ഈ അപ്പം ചെയ്യണത്. അതിനു വേണ്ടി അവർ കാത്ത് നിൽക്കൂത്രേ. അപ്പോൾ വൈകുന്നേരം വരെ ഒന്നും കിട്ടാണ്ട് അവർ തിരിച്ച് വിഷമിച്ച് പോകൂത്രേ. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നാളത്തെ കർക്കിടക വാവുബലി ചെയ്യണം. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇത് പറയാൻ നിങ്ങൾക്ക് ഇന്ന് ഒരിക്കലും എടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും കർക്കിടക മാസ പുണ്യം, രാമായണ മാസ പുണ്യത്തിൽ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗീത ഇവിടെ നിർത്തുന്നു.